ഗായത്രി അരുണിന്റെ ഇനോഗ്രേഷൻ പോയിട്ട് നീ ഒറ്റപ്പെട്ടിരുന്നത് എന്തുകൊണ്ട്? അതെ, നമുക്ക് നെയിലിറ്റിന്റെ ഗായത്രിയുടെ സ്റ്റുഡിയോ എങ്ങനെയാണെന്ന് കാണാം. ലേഡീസ് ആണല്ലോ ക്ലയൻസ് ആയിട്ട് കാണേണ്ടത്. ഈ നെയിലിറ്റിൽ നിങ്ങൾക്ക് എന്ത് കാര്യം അതാണ് ചോദിക്കട്ടെ. വന്നപ്പോഴേ ചോദിച്ചത് അതാണ്, ഞങ്ങൾക്കും ചെയ്തു തരുമോന്ന് ചോദിച്ചു. പിന്നെന്താ അൽവിൻ ചേട്ടാ, അതാ നെയിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിട്ട്. നെയിൽ മാത്രല്ല ഹെയറും ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് അടുത്ത ഏതെങ്കിലും മൂവി വല്ലതും വരാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? പറ. അത് അൽവിൻ ചേട്ടന്റെ കൂടെയാണ് അടുത്ത മൂവി. എന്താ വിളിച്ചിട്ടേ ഞാൻ നമ്പർ കൊടുത്തേക്കാം, എന്നിട്ട് വിളിച്ചോണ്ടേ ഇരിക്കുമെന്ന് പറയുന്നത്. തുടങ്ങാന്നുള്ള പ്ലാൻ വന്നപ്പോ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സാധനമാണ്. അപ്പൊ എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു കാര്യം നമുക്ക് സ്റ്റാഫുമായിട്ടൊക്കെ സംസാരിക്കണമെങ്കിലും അല്ലെങ്കിൽ അവരോടൊരു സജഷൻസ് പറയാനും നമുക്ക് ഇതിന്റെ ഒരു ബേസിക് നോളജ് വേണ്ടേ. അതുകൊണ്ട് ഞാൻ ആദ്യം പോയി ഇതിന്റെ ഒരു ബേസിക് കോഴ്സ് ബാംഗ്ലൂർ പോയി ചെയ്തു. നെയിലും ഹെയറിന്റെ മാത്രം എക്സ്ക്ലൂസീവ് അല്ല, നെയിൽ ആൻഡ് ഹെയർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാലും ഇവിടെ ഇപ്പം സർവീസസ് മെഡിഫേഷ്യൽസ്, കൊറിയൻ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനിത് എന്റെ ബിസിനസ്മാൻ ആയ ഭർത്താവിനോട് വെറുതെ ഒന്ന് ഷെയർ ചെയ്തു, ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. നെയിലിറ്റ് പോലത്തെ ഇത്ര വലിയ സ്ഥാപനം തന്നെ പുള്ളി ഉണ്ടാക്കി. എനിക്ക് ബിസിനസ് പറ്റില്ല, എനിക്ക് നിങ്ങൾക്ക് എന്ത് ക്ഷമ വേണം ഈ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനും. അപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഫോണിലൂടെ അവരോട് സംസാരിക്കുന്നൊക്കെ കണ്ട് വരുമ്പോ നിനക്ക് പറ്റുന്നുണ്ട്, പഠിച്ചു വരുന്നുണ്ട്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ സംതിങ് സ്പെഷ്യലിൽ ഞാൻ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ആലപ്പുഴയിലെ ചേർത്തലയില് എന്റെ ഫ്രണ്ടിന്റെ ഒരു പുതിയൊരു സംഭവം, ഒരു എന്താ പറയാ, ഒരു നെയിലിറ്റ് എന്നുള്ള പേരിൽ അവളുടെ പുതിയൊരു വെഞ്ചറാണ്. വേറെ ആരുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സീരിയലും സിനിമയിലൊക്കെ നമ്മുടെ ഒക്കെ മനം കവർന്ന ഗായത്രി അരുൺ. അതിൽ നിങ്ങൾ കുറെ പേരെ അറിഞ്ഞിട്ടുണ്ടാവും. ഗായത്രി ഇതപ്പോൾ ചേർത്തലയിൽ പുതിയതായിട്ട് നെയിൽ ആൻഡ് ഹെയറിന് ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ 2 ദിവസം മുന്നേ ആയിരുന്നു. അന്ന് എനിക്ക് എത്താൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഞങ്ങളുടെ ഷൂട്ട്, എൻ്റെ അവിടുത്തെ ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പാക്കപ്പ് ചെയ്ത് ഞങ്ങൾ ഓടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു സർപ്രൈസ് വിസിറ്റ് ഗായത്രിക്ക് കൊടുക്കാനായിട്ട്. തുടങ്ങിയതേ ഉള്ളത് കൊണ്ട് ഈ സമയത്ത് ഇന്നിപ്പോ വൈകുന്നേരം ഇപ്പോൾ ഇവിടെ ഒരു 6-6:30 കഴിഞ്ഞു. അപ്പോൾ ഗായത്രി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ള രീതിയിലാണ്. ഗായത്രി നല്ല ഭംഗിയായിട്ട് അതിന്റെ ഇന്റീരിയർ ചെയ്തു. ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവരുടെ വെഞ്ചർ എങ്ങനെയാണ്, എത്ര ഭംഗിയായിട്ടാ ചെയ്തിരിക്കണേ നോക്കാം. നെയിൽ ഇറ്റ് ബൈ ഗായത്രി അരുൺ. സർപ്രൈസ്. ഹായ്, ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ. ഹായ്, ഇതാണ് നമ്മുടെ മൈക്ക് വെച്ചു എന്നാലേ പറയണൊക്കെ കേൾക്കുള്ളൂ. അല്ല, നിങ്ങൾ ക്യാമറ ഒക്കെ ആയിട്ട് ഞാൻ അറിയാതെ കൊണ്ടുവന്നാണോ? ഇതെല്ലാം നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ട്, ആൽവിൻ ആന്റണി ഉണ്ട്. അങ്ങനെ ഇവരൊക്കെ നമ്മളെല്ലാരും കൂടെ ഭയങ്കര പ്ലാനിങ് ആയിട്ട് വന്നതാണ്. നിങ്ങൾ എങ്ങനെ ഇതൊക്കെ നേരിട്ടൊക്കെ പറഞ്ഞാലേ എന്റെ പ്ലാൻ അല്ലേ? അല്ല, ഇത് തന്നെ ആക്ച്വലി വലിയ സർപ്രൈസ് ആയിരുന്നു. ഇത് അതിലും വലിയ സർപ്രൈസ് ആയി. അതെ, അല്ല, ഞാൻ ഇത് നെയിൽ ചെയ്യാൻ വരുമെന്നല്ലേ പറഞ്ഞു. ഇത് എവിടെ പോലും ക്യാമറ ആയിട്ടാണോ? അതിപ്പോ അങ്ങനെ ആയി പോയി, അല്ലാതെ വിടാൻ സമയം കിട്ടില്ല. അപ്പൊ ഷൂട്ട് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഓടിച്ചാടി വന്നു. സാധാരണ ഇവിടെയൊക്കെ നമ്മുടെ ലേഡീസ് ആണല്ലോ ക്ലയൻസ് ആയിട്ട് കാണേണ്ടത്. ഈ നെയിലിറ്റിൽ നിങ്ങൾക്ക് എന്ത് കാര്യം അതാണ് ചോദിക്കട്ടെ. ആൽവിൻ വന്നപ്പോഴേ ചോദിച്ചത് അതാണ്, ഞങ്ങൾക്കും ചെയ്തു തരുമോന്ന് ചോദിച്ചു. പിന്നെന്താ അൽവിൻ ചേട്ടാ, അതാ നെയിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിട്ട്. നെയിൽ മാത്രല്ല ഹെയറും ഉണ്ട്. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് ഹെയർ സ്പാ ഒക്കെ ചെയ്തിട്ട് ഫേസിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് വൃത്തിയാക്കാൻ ലെവലാക്കാൻ. അപ്പൊ ലിസ്റ്റിന് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാലോ? ഞങ്ങൾ ആക്ച്വലി ചേർത്തല എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ആക്ച്വലി വിട്ടുപോയി. അപ്പൊ ഞാൻ ഇതുവഴി പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു, അങ്ങനെ കേറി. 2 ദിവസം മുമ്പായിരുന്നു ഇനോഗ്രേഷൻ എങ്കിലും ലിസ്റ്റിന് ഇപ്പോഴാണ് ആക്ച്വലി ഗായത്രി ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ, സർപ്രൈസ് ആയിട്ട്. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തേക്കാന്ന് ഓർത്തിട്ട് വന്നതാ. അങ്ങനെ വന്നതാണ്. അപ്പോഴാണ് നിങ്ങളുടെ ഷൂട്ട് താഴെ നടക്കുന്നത്. അതാണ് പതുക്കെ. ശരി ശരി, നമ്മൾ ഒരു ഇന്റർവ്യൂവിന് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
കാണാൻ നല്ല ഭംഗിയുണ്ട് ഇന്റീരിയർ ഒക്കെ. നിങ്ങൾ ഉള്ളിലേക്ക് കയറി കണ്ടോ? ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. ഇത് അവിടെ സ്പാ റൂമിലൊക്കെ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, അങ്ങോട്ട് കേറിയില്ല, ജസ്റ്റ് ഒന്ന് അവിടെ. അല്ല ഞാൻ ചോദിക്കട്ടെ ഗായത്രിയുടെ അടുത്ത്, ഇത്തരത്തിലുള്ള നല്ല ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. നെയില് നല്ല ഭംഗിയായിട്ട് വെച്ചാലുള്ള അതിന്റെ ഒരു ബ്യൂട്ടി, ഹെയർ ഒക്കെ ചെയ്തിട്ട് ഇവർക്ക് അതിനെ സിനിമ ഫീൽഡിലുള്ള ആൾക്കാരും ഇതിനറിയാലോ. അപ്പൊ ഇവരെ പോലത്തെ ആൾക്കാർ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള എന്തൊക്കെയാണ് ഗിമിക്സ്, ബിസിനസിന്റെ കുറെ തന്ത്രങ്ങൾ? ഷോ എന്നാലും ആൽവിൻ ചേട്ടാ, നിങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഒരു ഭാഗമാവണ്ടേ? എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ നന്നായിട്ടുണ്ട് എങ്കിൽ ഭയങ്കര കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ എറണാകുളത്തേന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് എറണാകുളത്തേക്ക് വരാനായിട്ട് ടിപ്സ് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നു. ആ ഇവർ ആക്ച്വലി ബിസിനസ് പീപ്പിൾ ആണല്ലോ. സിനിമയുടെ ആർട്ടിസ്റ്റിക് സൈഡിൽ നിന്നും അതുണ്ടെങ്കിൽ പോലും ഇവർ കുറച്ചുകൂടെ സിനിമയുടെ ബിസിനസ് സൈഡ് നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ഇതില് ബിസിനസ് ട്രിക്സുകൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ കയറി വന്നത്. എന്റെ പോലെ അപ്പൊ കുറെ ബിസിനസ് ട്രിക്സ് കിട്ടി ചെറുതായിട്ട്. ഇനി ബാക്കി ഞാൻ ഫോണിലോട് ചോദിച്ചോളാം. അവിടെ നിൽക്കൂ. പേര് കേട്ട് എത്ര വലിയ ഹിറ്റ് മൂവീസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആൽവിൻ ആന്റണി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണ് ഇത് നമുക്ക് ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച മറ്റൊരു പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ. പ്രത്യേകിച്ച് നിങ്ങളൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പൈസ എറിഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു പുതിയ പോലത്തെ ഒരാൾ, ഇപ്പൊ ഗായത്രിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈമാണ് ബിസിനസ്സിലേക്ക് വരുന്നതും എൻട്രി ചെയ്തതും ഒക്കെ. അപ്പം നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളപ്പം ഈസി ആയിട്ട് നമുക്ക് എവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് ഹാൻഡിൽ ചെയ്യേണ്ട രീതികൾ, കുറച്ച് കാര്യങ്ങൾ, പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എങ്ങനെയാ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു അഡ്വൈസ് ചെയ്യാൻ ഉണ്ടാവില്ലേ? അല്ലല്ല, അതാണ് ഇപ്പൊ നമ്മളിപ്പോ ഗായത്രി ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. കാരണം നമ്മുടെ ഒരു ബിസി, ചിലപ്പോ ഷൂട്ട് ഇല്ലാത്തൊരു ടൈം ഉണ്ടാവും, നമുക്ക് വന്നു പോകാനായിട്ട്. അപ്പൊ അതുകൊണ്ടിട്ട് വന്നു പോകാനായിട്ട് ഒക്കെ നല്ല കാര്യമല്ലേ. പിന്നെ ഇതൊരു, എനിക്ക് തോന്നുന്നത് ഒരു വലിയ റിസ്ക് ഉള്ള ഒരു ബിസിനസ് അല്ല എന്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇതൊരു നല്ല പ്രോഫിറ്റബിൾ, നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, പേര് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, സേഫ് ആയിട്ട് പിന്നെ വേറെ ബ്രാഞ്ച് ഇടാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. സോ അങ്ങനത്തെ ഒരു സേഫ് ബിസിനസ് ആണ്. ഓക്കെ. അതിപ്പം അതെ, ഇല്ല. എറണാകുളത്താണ് ഇങ്ങനത്തെ കുറെ ഇതൊക്കെ ഉള്ളത്. നമുക്ക് പണം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ഓഫീസിൽ ജോലിയായിട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഞാൻ ചെയ്യുന്ന ബിസിനസ് ആണ്. ബിസിനസ് സക്സസ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലേക്ക് പറഞ്ഞു മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാല് ഇപ്പം ഒരാളൊരു സ്ഥാപനം ഇപ്പം തുടങ്ങുമ്പോൾ അതൊരു ചെറിയ രീതിയിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റൂലോ. അപ്പൊ ഇതൊക്കെ ഇത്രേ ഉള്ളു എന്ന് മനസ്സിലാക്കുന്ന ഇടത്താണ് നമുക്ക് ഇത് അടുത്തടുത്ത ബ്രാഞ്ച് പരിപാടികളൊക്കെ ഈവൻ ഇടാനായിട്ട് പറ്റുന്നത്. പിന്നെ പ്രോഫിറ്റ് ആണല്ലോ നമ്മളെ വീണ്ടും അട്രാക്ട് ചെയ്യുന്നത്. ഇത് കൂട്ടൊരെണ്ണോടെ എറണാകുളത്ത് ഇട്ടാലോ, ഒരെണ്ണം ആലപ്പുഴ ഇട്ടാലോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്നത് അതുകൊണ്ടാണല്ലോ. അല്ലെ, എന്താ ബ്രാഞ്ചസ് കൂടുതലാകുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണല്ലോ അല്ലേ. ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്സ്, ഇപ്പൊ ഇവിടെ തന്നെയുള്ള സ്റ്റാഫുകളൊക്കെ വേറെ സ്ഥലത്തു നിന്നുള്ളവരാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച്മെന്റ്സ് ചെയ്താൽ മതി, നോക്കാനായിട്ട് ആളെ കൊടുത്താൽ മതി. ഇപ്പൊ ലിസ്റ്റിന്റെ വേറൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഇതേപോലെ ഒരു ഫീമെയിൽ ഒരു ഓൺടർപ്രീനർ എന്ന് പറയുന്നത് ഇപ്പൊ സുപ്രിയയാണ്. നിങ്ങൾ ഒരുമിച്ച് കുറെ പ്രൊഡക്ഷൻ കമ്പനികളും അതിനകത്ത് കുറെ ടിപ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക, വാങ്ങല്, ഇങ്ങനത്തെ ഒരു ഇതാണല്ലോ നിങ്ങൾ നടക്കണേ. നല്ല രീതിയിൽ ഇപ്പൊ ഇന്നിപ്പോ സുപ്രിയ പ്രൊഡക്ഷൻസ് ടേക്ക് ഓഫ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗായത്രിക്കും എങ്ങനെയാ ഇപ്പം, എനിക്ക് വേറെ അറിയുന്നില്ല നിങ്ങൾ ഒരുമിച്ച് ഒരു ഇത് വന്നിരിക്കുന്നതൊന്നും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓ, അങ്ങനെയുള്ളൊരു കണക്ഷന്റെ ആണല്ലേ. ഓക്കെ. അപ്പൊ ആൽവിൻ ചേട്ടനായിട്ട് പണ്ടേ അറിയാം, അതല്ലാതെ അല്ല പേഴ്സണലി കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചത്. ഞങ്ങള് പ്രോഗ്രാംസിന് കാണുമ്പം എത്രയോ വർഷം മുൻപല്ലേ, ഒരുപാട് വർഷം. എന്നാലും നമ്മുടെ അത്ര പരിചയം വർഷം പഴക്കമുണ്ടോ? അത്രയൊന്നും ഇല്ല. ഞങ്ങൾ അമേരിക്കയിലെ കുറെ കറങ്ങി നടന്നിട്ടുള്ള ആൾക്കാരാണ്. പ്രോഗ്രാംസിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഷോയ്ക്ക്. അന്ന് ആൽവിൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിചയം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതേപോലത്തെ ഈ ഒരു ലേഡി ഒരു ഓൺടർപ്രീനർ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ ബോൾഡ് ആയിട്ട് ബിസിനസിനെ ഏതൊക്കെ ആസ്പെക്റ്റിൽ കാണും, അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അങ്ങനെയല്ല, അതിപ്പം ബിസിനസ് ആർക്കും ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞ ഇപ്പൊ ആണിനും ചെയ്യാം പെണ്ണിനും ചെയ്യാം.
നമ്മുടെ ഇതൊരു കാഴ്ചപ്പാടാണ്. നമ്മളിപ്പോ വെറുതെ ഒരു സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസർ ആയ കൊള്ളാന്ന് തോന്നും, ഇല്ലെങ്കിൽ നന്നായിട്ട് സ്റ്റേജിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ കാണുമ്പോൾ എനിക്കും പ്രസംഗിക്കണം എന്ന് തോന്നും. അല്ലെങ്കിൽ നല്ല രീതിയിൽ വേറൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരനാകുമ്പോഴോ അല്ല നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആളൊക്കെ ഇവനുള്ളപ്പോ നമുക്ക് നന്നായി ക്രിക്കറ്റ് കളിച്ചാലോ, നമുക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല. ഇപ്പോ ഞാനൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണെങ്കിൽ എന്നെ എക്സാമ്പിൾ വേറൊരാള് എടുത്തിട്ട് ഇവൻ കാര്യമില്ല. ഞാൻ പറയും നമുക്കൊരു ഫീൽ ഉണ്ടാവും, ഇതെല്ലാം ആദ്യത്തെ ഒരു ഫീലാണ്, ഒരു ആഗ്രഹമാണ്. പക്ഷെ ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ ആഗ്രഹം എന്ന് പറയുന്ന സാധനം അവിടെ മാറ്റി നിർത്തി ഡെഡിക്കേഷൻ ആണ് അവിടെ വരേണ്ടത്. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാം കീപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ, ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഈവൻ പറ്റുള്ളൂ. ഇത് നമ്മളിപ്പോ ആർട്ടിസ്റ്റ് ആണ്, ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് തുടങ്ങിയത് കൊണ്ടിട്ട് വിജയിക്കണം എന്നൊന്നുമില്ല. ആദ്യത്തെ ഒരു കാര്യം നമ്മുടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആണ് കേട്ടോ, മറ്റേ ഗായത്രി കേട്ടോ ഇത് ഇട്ടേക്കുന്നതെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ടോക്ക് മാത്രം ഉണ്ടാവും. അത് കഴിയുമ്പം എന്ത് ഗായത്രി, അല്ലെങ്കിൽ ഇപ്പൊ ലിസൺ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു നടൻ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയെങ്കിൽ ആദ്യത്തെ ഇതിനൊരു ഓളത്തിന് അവിടെ വരും. പിന്നെ ഫുഡ് ടേസ്റ്റ് ഉള്ള ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവും. അതാണ് ബിസിനസിന്റെ ഒരു കാര്യം. അതാണ് ഇപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈ ആയിരിക്കണം, അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ സാറ്റിസ്ഫൈ ആയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടുത്തെ കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസ് ഉണ്ടല്ലോ, സർവീസ് ഒരു വലിയ ഘടകമാണ്. ഇപ്പം ഒരാള് കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ പാടില്ല. എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അതൊക്കെ നോക്കി ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം. അതിലാണ് ശ്രദ്ധിക്കുന്നത്. വലിയൊരു അഡ്വൈസ് ആണ് കേട്ടോ. പറ്റും അല്ലെ ഗായത്രിക്ക്, അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും അരുണിന്റെ അടുത്ത് പറയും എനിക്ക് ബിസിനസ് പറ്റൂല, നിങ്ങൾക്ക് എന്ത് ക്ഷമ വേണം ഈ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനും. അപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഫോണിലൂടെ അവരോട് സംസാരിക്കുന്നൊക്കെ കണ്ട് വരുമ്പോ നിനക്ക് പറ്റുന്നുണ്ട്, പഠിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പം ഗായത്രി നിങ്ങൾ ഒരുമിച്ച് അടുത്ത ഏതെങ്കിലും മൂവി വല്ലതും വരാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? പറ. അത് ആൽവിൻ ചേട്ടന്റെ കൂടെയാണ് അടുത്ത മൂവി. ചേട്ടനെ വിളിച്ചിട്ടേ ഇല്ല, കുറേ വർഷമായിട്ട് എപ്പോഴും കാണുമ്പോ അതെന്താ ചേട്ടാ വിളിക്കാത്തെ? ഞാൻ നമ്പർ കൊടുത്തേക്കാം, എന്നിട്ട് വിളിച്ചോണ്ടേ ഇരിക്കുമെന്ന് പറയരുത്. ഏതാ പുതിയ മൂവി? അല്ല അങ്ങനെയല്ല, സിനിമകൾ ഇപ്പൊ അങ്ങനെയാണല്ലോ, സിനിമകൾ സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ അകത്ത് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ടാണേലും ചിലപ്പോ നമ്മള് റെഗുലർ ടച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചെയ്യുന്ന സംവിധായകനോട് റൈറ്ററോട് നമ്മൾ പറയും ആർട്ടിസ്റ്റിന്റെ പേരൊക്കെ സജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചിലപ്പോ അവരുടെ ഒരു കോൺസെപ്റ്റിൽ അത് ആർട്ടിസ്റ്റ് സ്യൂട്ട് അല്ലായിരിക്കും. നന്നായിട്ട് വരുന്ന ഒരു പ്രോജക്റ്റിൽ ഉറപ്പായിട്ടും വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോജക്റ്റിൽ അസോസിയേറ്റ്, പക്ഷെ വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് നടക്കാതെ പോയത്. വിളിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെയുള്ളൂ പറയാൻ പറ്റുള്ളൂ. ആൽവിൻ ചേട്ടൻ ഇനി അടുത്തതിനകത്ത് നോക്കും. അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മൾ അധികം സംസാരിച്ചില്ല. ഇപ്പൊ ഇത് എന്താ സംഭവം അറിയോ, ഞങ്ങള് വന്നോണ്ടിട്ട് നമ്മുടെ ഒരു ഇന്റർവ്യൂ അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഇന്റർവ്യൂവിൽ ഇത്രയും വേഷം വേണ്ട, നിങ്ങളെ ലെങ്ത് കുറച്ച് കട്ട് ചെയ്യുക. കാരണം എന്താ പറയോ, ഇത് നമ്മുടെ ഒരു കോൺവെർസേഷൻ ആയിട്ട് പോകുന്നു. അപ്പൊ അതൊക്കെ ഇവര് കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ചായ കുടിച്ചിട്ട് കാണണ്ടേ നമുക്ക്? നിങ്ങളൊക്കെ കണ്ടോ? ഓക്കെ, അങ്ങനെ അവര് പോയില്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഇൻസൈഡ് ഒക്കെ കാണാം. ആരായിരുന്നു ഇതിന്റെ കംപ്ലീറ്റ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ? ഇന്റീരിയർ എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഡിസൈനർ, ട്രിവാൻഡ്രത്തുള്ള ഒരു ഇൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിയ എന്നാണ്, പ്രിയ തുളസി. പ്രിയച്ചി നമ്മൾ ഒരുമിച്ച് ഒരു റിതംഭര എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ട്രസ്റ്റീസ് ആണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ പ്രിയേച്ചി എനിക്ക് ആക്ച്വലി ഈ ഒരു കളർ തീം വേണമെന്ന് ഉണ്ടായിരുന്നു. ഈ ബ്ലൂ ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ എന്താ പറയാ സെലക്ട് ചെയ്ത കളർ തീം ഞാൻ കൊടുത്തു. ബാക്കി ഡിസൈൻ ഒക്കെ ഡിസൈൻ ചെയ്ത് തന്നു. അപ്പൊ ഇവിടെ ഇത് ഓൺലി നെയിലും ഹെയറിന്റെ മാത്രം എക്സ്ക്ലൂസീവ് അല്ല. നെയിൽ ആൻഡ് ഹെയർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാലും ഇവിടെ ഇപ്പം സർവീസസ് മെഡി ഫേഷ്യൽസ്, കൊറിയൻ ഫേഷ്യൽ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റൂം ഉണ്ട്, നമുക്ക് ഈ റൂം ഒന്ന് കാണാം. ഇത് സ്പൈഡർ റൂമാണോ? ഹെയറിന്റെ ട്രീറ്റ്മെന്റ്സിന്റെ റൂമാണ്. ഇതാണ് ഹെയർ ട്രീറ്റ്മെന്റിന്റെ റൂമാണ്. അതിന്റെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഇതിനെ കുറിച്ച് വല്ലതും ഒക്കെ പഠിച്ചോ ഗായത്രി? ഇപ്പൊ ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നില്ല. ഇതിനാണ് ഈ ഹെയറിലും ആ നെയിലൊക്കെ കാണട്ടെ, ഇതിലൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. കണ്ടാ? ഇത് നമ്മുടെ എന്റെ നെയില് ഭയങ്കര പരിതാപകരമായ അവസ്ഥ. എന്റെ കൈകൾ 5 വിരലുകൾ ഇന്നിവിടെ തന്നിട്ട് പോവുകയാണ്, ചെയ്ത് തന്നിട്ട് പോവാ. അതെ. അപ്പം അന്ന് ഇതാണ് നമ്മുടെ നെയിലിന്റെ എക്സ്പേർട്സ് ആണ് രണ്ടുപേരും. അവരൊക്കെ രാമൻ കോൽക്കട്ടയിൽ നിന്നാണ്. ഉഷ ഇസ് ഫ്രം
സിക്കിം. Okay, nice meeting you guys. Okay, you carry on. രണ്ടുപേരും നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. അപ്പൊ അവരാണ് അത് ചെയ്തോ നെയിലിന്റെ സംഭവം. ഇത് വേറൊരു ട്രീറ്റ്മെന്റ് റൂം. ഇതൊരു നമ്മുടെ സ്പായുടെ റൂമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നോർമൽ ഫേഷ്യലും കാര്യങ്ങളും ഒക്കെ ചെയ്യോ? നോർമൽ ഞാൻ ആക്ച്വലി ഇപ്പൊ മെഡി ഫേഷ്യൽസും കൊറിയൻ ഫേഷ്യൽസും ആണ് കൂടുതൽ. പക്ഷെ ക്ലീനപ്പിനൊക്കെ ഇന്ന് രാവിലെ നമുക്ക് പ്രോഡക്ട്സ് ഉണ്ട്, ഇവിടെ സ്റ്റാഫും ഇതിന് വെൽ ട്രെയിൻഡ്. അപ്പൊ അതുകൊണ്ട് അതും നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഫസ്റ്റില് നമ്മളൊരു ഹെയർ ആൻഡ് നെയിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു മാത്രം. ഞാൻ അങ്ങനെ വിചാരിച്ചുള്ളൂ, കാരണം നമുക്ക് അയച്ചു തന്നതിനകത്തൊക്കെ നെയിൽ ആൻഡ് ഹെയർ അല്ലേ. അതെ. അപ്പൊ ബാക്കി സർവീസസ് ഒക്കെ ഒരു ആഡ് ഓൺ പോലെ ലാസ്റ്റ് മൊമെന്റ് ഞാൻ ആഡ് ചെയ്ത, കാരണം നമ്മുടെ ഓൾറെഡി നമ്മുടെ സ്റ്റാഫ്സിന് അവർക്ക് അതെല്ലാം അറിയാവുന്നത് ട്രെയിൻഡ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ബ്രാൻഡ് ഒരു പ്രീമിയം ബ്രാൻഡ് നമ്മളെ അപ്രോച്ച് ചെയ്തു. അപ്പൊ അവരുടെ സർവീസസും അവരുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അതും കൂടെ എന്നാ ആഡ് ചെയ്യാം. ഇത് പെഡിക്യൂർ ഏരിയ, ഏരിയ. ഇത് ഹെയർ വാഷ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതൊക്കെ പാർലർ സലൂൺ പോകുന്ന എല്ലാവർക്കും എല്ലാം നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി ഈ റൂമൊക്കെയോ? ഇതൊക്കെ ഇപ്പം മൊത്തം കച്ചറയൊക്കെ ഇടയ്ക്ക് ഇവിടെ ഒരു പാൻട്രി ഉണ്ട്. നമ്മുടെ സ്റ്റോറേജ് സ്പേസ്, ഇതൊരു വാഷ്റൂം. സ്റ്റാഫിന്റെയും ഒക്കെ യൂണിഫോം കളറും ഇത് തന്നെ. അപ്പൊ മൊത്തം എത്ര സ്റ്റാഫ് ഉണ്ട്? സ്റ്റാഫ്സ് ഇപ്പം നമുക്ക് 6 സ്റ്റാഫ് ഉണ്ട്. ഒരാൾ ഒരു ഹെയർ ആൻഡ് ബ്യൂട്ടി വരാനുണ്ട്. ആ റൂം ആക്ച്വലി എന്റെ റൂമാണ്, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അത്ര മെസ്സാണോ? ഞാൻ പോയി നോക്കട്ടെ എത്രത്തോളം മെസ്സാണോ. ഞാൻ നോക്കട്ടെ കേട്ടോ എത്ര മെസ്സാണ്. എംഡിയുടെ ക്യാബിൻ എങ്ങനെയാണെന്ന് അല്ല, അതെന്താ വെച്ചാല് നമുക്ക് ഒരു സ്റ്റോർ ലോക്ക് റൂം, നമ്മള് അതിന്റെ ലോക്സ് ഒക്കെ ഇനി ആക്ച്വലി ഇനോഗ്രേഷന്റെ രാവിലെ വരെ ഇവിടെ പണിയുണ്ടായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഇനോഗ്രേഷൻ നടക്കുവോ എന്ന് വരെ ആയിരുന്നു. അത്ര പണികള് ബാക്കി പെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് രാവിലത്തോടു കൂടി എല്ലാം തീർത്ത് അപ്പോഴാണ് ഇവരെല്ലാം ഒന്ന് ഇവിടുന്ന് ഇറങ്ങുന്നത്. എന്നിട്ടാണ് പിന്നെ നമ്മളെല്ലാം റീഅറേഞ്ച് ചെയ്തതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ വർക്കുകൾ പെൻഡിങ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റോറേജ് സ്പേസിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പം പ്രോഡക്ട്സ് എല്ലാം സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി ഇത് അത് അത്രയ്ക്കൊന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വന്തം സ്ഥാപനത്തിന്റെ സ്വന്തം ക്യാബിനിലല്ലേ നമുക്ക് സാധനങ്ങൾ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് വളരെ ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പൊ എത്രയായാലും നമുക്കറിയാം സെറ്റിലിംഗ് പീരീഡ് എന്ന് പറയുന്നതിന് ഒരു 1 വീക്ക് ഒക്കെ മിനിമം എന്തായാലും എടുക്കും. പിന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള തിരക്കും കാര്യങ്ങളും ആയിരുന്നു ഇന്നലെ ഇവിടെ. അതും ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണോ അത്രയും തിരക്ക് വന്നപ്പോ ഞാനൊരു വീഡിയോ കണ്ടു, മിയൊക്കെ വന്നിരിക്കുന്ന വീഡിയോയില്. അപ്പൊ ഞാൻ നിന്നെ വിളിച്ച് ഫോൺ ചെയ്ത സമയത്ത്, പക്ഷെ ഞാൻ വീഡിയോയില് കണ്ടപ്പം മിയ വാസ് ലൈക്ക് ഇങ്ങനെ സാധാരണ ഒരു ആള് വന്നിരിക്കുന്നത് പോലെ ഇങ്ങനെ, ഐ മീൻ ഒറ്റപ്പെട്ടു പോയോ അല്ലെ തിരക്കിനിടയിൽ നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് പോയോ? മിയ ഞാൻ ഒരുമിച്ചായിരുന്നു ആ സമയത്ത്. ഞാൻ സ്റ്റേജിൽ പോയ സമയമാണ്, അതായത് മിയയും കൈലാസിനെ സ്റ്റേജിലേക്ക് വിളിക്കാൻ വേണ്ടി ഞാൻ സ്റ്റേജിലേക്ക് പോയ സമയത്തായിരിക്കും കണ്ടത്. എന്നാ അതായിരിക്കും. അത്രയും ക്രൗഡിൽ 5 to 10 minutes അല്ല 10 minutes അല്ല, ഒരു ഹാഫ് ആൻ അവറോളം ഇവിടെ മിയ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഫുൾ ഇവിടെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി. മുകളിൽ ചെന്നപ്പോ നമുക്കൊരു വയലിൻ കോൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് രണ്ടുപേരും കൂടി ഇരുന്ന് ആസ്വദിച്ചു. കൈലാസ് മേനോനും ആ സമയത്ത് വന്നു. അപ്പൊ നല്ലൊരു എക്സലന്റ് ഒരു പ്ലെയർ, ഒരു കുട്ടിയാണ്, 9th 10th പഠിക്കുന്നേ ഉള്ളൂ. അവന്റെ ഒരു മ്യൂസിക് കോൺസേർട്ട്, ഒരു വയലിൻ കോൺസേർട്ട് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവർ കണ്ട് ആസ്വദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവരെ ഈ മോനെ ഒന്ന് ഫെലിസിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ടുപേരെ സ്റ്റേജിലേക്ക് വിളിക്കാൻ ഞാൻ പോയ സമയത്തായിരിക്കും അതെ ഞാൻ ചോദിക്കണ്ടേ, മിയ പാവം ഒറ്റപ്പെട്ട് ഇങ്ങനെ എന്നെ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല, ഗായത്രി അരുണ്ട് ഇനോഗ്രേഷൻ പോയിട്ട് ഒറ്റപ്പെട്ടിരുന്നത് എന്തുകൊണ്ട്? യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ സംഭവങ്ങൾ, ഈ ഹെഡ്ലൈൻസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള സംഭവങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇവ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയും സീരിയലും ഒക്കെ വാനോളം അത് നിറയെ ചെയ്യുന്നുണ്ട്, അതിന്റെ ഇടയിൽ ഇപ്പൊ ഇതും കൂടെ വന്നാൽ ഇനിയിപ്പൊ അത് പയ്യെ കുറയ്ക്കാണോ? അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ബിസി ആയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ സീരിയൽ ആകെ പരസ്പരം കഴിഞ്ഞ സീരിയൽ ചെയ്തിട്ടില്ല. സിനിമ ഇപ്പൊ ഇനി റിലീസ് ആവാനുള്ളത് ഇടിയൻ ചന്തു ആണ്. ഇപ്പൊ മിക്കവാറും ഇത് വരുമ്പോഴത്തേക്കും റിലീസ് ആയിട്ടുണ്ടാവും. അതിന്റെ പ്രൊമോഷൻസും ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് താങ്ക്ഫുള്ളി ആ ടീം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. എന്നെ അതിനൊന്നും വരണം നിർബന്ധം പറഞ്ഞില്ല, പറ്റെങ്കിൽ വരൂ എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് പറ്റിയില്ല, കാരണം ഇത് അത്ര ഹരിബറി. അപ്പോ അതാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി വരാനുള്ള. പിന്നെ ഉള്ള ഈ പറഞ്ഞ പോലെ ഒരു 2 പ്രോജക്ട്സ് ഡിസ്കഷനിലാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാനും അങ്ങനെ ഭയങ്കരമായ ഒരുപാട് പടങ്ങൾ. അപ്പൊ നാളെ പിന്നീട് നമുക്ക് സിനിമയും ഇല്ല സീരിയലും ഇല്ലാത്ത വന്നു കഴിഞ്ഞാൽ ഗായത്രിക്ക് പറയല്ലേ പേര് മാറ്റി, അയ്യോ എന്റെ
വളരെ നല്ല നാമം. അങ്ങനെ ഞാൻ പറയുന്നത് പോലും കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ലല്ലോ. ഇടയ്ക്കേറി ഇതൊക്കെയല്ലേ ഈ ഓരോ എന്താ പറയാ ഹെഡ്ലൈൻസ് കണ്ടിട്ട് നമ്മൾ പ്രോഗ്രാം കാണുന്ന പോലെ ഇരിക്കും. പറയുന്ന പോലെ ഒന്നും ആവില്ല ഉള്ളില്. അല്ല, അപ്പൊ ആ ഒരു ഈ ബിസിനസ്സിനകത്തേക്ക് ചെയ്യുമ്പോഴേ ശരിക്കും നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രസൻസ് ഇവിടെ ആവുന്നതോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഇതിനകത്തേക്ക് നമ്മുടെ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്നു അത്രത്തോളം ആയിരിക്കും എന്തൊരു സംഭവത്തിന്റെ റിസൾട്ട് എന്ന് ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ ഗായത്രി എപ്പോഴും ഇങ്ങനെ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇതിനകത്തേക്കുള്ള ഇത് അല്ലെങ്കിൽ നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാഫിന്റെ ഒരു അങ്ങനെ ഒരാളുണ്ടാവണം. അപ്പൊ എനിക്ക് എന്റെ സിസ്റ്ററിലോ ഉണ്ട്, അരുണിന്റെ സിസ്റ്റർ ഉണ്ട്. എനിക്കറിയാം ആക്ച്വലി ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞതാ, പക്ഷെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്കൊരു ബേസിക് നോളജ് ഉണ്ട് ഇതിനെപ്പറ്റി. പിന്നെ അരുൺ ഇവിടെ തന്നെയാണ്. അരുൺ ഓൾറെഡി ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അരുണിന്റെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും എന്റെയാണ്. പക്ഷെ കംപ്ലീറ്റ് എന്റെ കൂടെ A-to-Z കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അരുൺ. കാരണം ബിസിനസ്സിനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത്, അതായത് ഞാൻ അതിന്റെ ഒരു കുറേ ടെൻഷൻസ് ഞാൻ അറിയാതിരുന്നത് അരുൺ ഉണ്ടായിരുന്നോണ്ടാണ്. ഓക്കെ, അപ്പൊ അരുണിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഈ ഒരു സംഭവം ഇപ്പൊ ഇവിടെ റെഡി ആയിരിക്കണത്. ഫുൾ ആണോ? അരുൺ എത്തിയാ? ഓക്കെ, അരുൺ എത്തിയിട്ടുണ്ട്. നമുക്ക് അരുണിന്റെ അടുത്ത് ചോദിച്ചാലോ സംഭവങ്ങളെ കുറിച്ച്. അരുൺ ആരുടെ അടുത്തേക്കോ സംസാരിച്ചോണ്ടിരിക്കുക. ഈ നെയിലിറ്റിൽ ഞാൻ വന്നിട്ട് എന്റെ ഗായത്രി എന്റെ ഇതില് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവങ്ങൾ ചെയ്യാതെ ഞാൻ പോയാൽ എല്ലാരും എന്റെ അടുത്ത് ചോദിക്കില്ലേ നല്ല മറ്റേ ഫുള്ള് മാറ്റിട്ടൊക്കെ വരണ്ടേ? അത് ചെയ്ത് തരുമോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. എന്താ വേണ്ട കാണിച്ചില്ലേ? അതെ, ഇതൊക്കെ സംഭവങ്ങൾ ചെയ്ത് തരും. പക്ഷെ ചെയ്യാനൊക്കെ എത്ര സമയം എടുക്കും ഇത് ചെയ്യാൻ? യൂഷ്വലി ചില ഒരു സ്ഥലത്ത് ഒരു ടെക്നീഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്. പക്ഷെ രാമൻ ഹായ് രാം ഭയങ്കര ക്വിക്ക് ആണ്. അപ്പൊ പെട്ടെന്ന് ചെയ്തു തരും. ഭയങ്കര ക്വിക്കാണ്. കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ കുറെ ശ്രമത്തിന് ശേഷം കൊണ്ടുവന്ന ആളാണ്. ഓക്കെ, സോ രാം യു ജസ്റ്റ് ടെൽ മീ അങ്ങനെ ഹിന്ദി ഒക്കെ പഠിച്ച ആണോ? രാമന്റെ അടുത്ത് സംസാരിക്കാൻ ഹിന്ദി ഒക്കെ പഠിച്ചു. എന്താ വേണ്ടേ? ഹൗ ലോങ് ഇറ്റ് ടേക്സ്? അപ്പോ ഒരു ഹാഫ് ആൻ അവറിൽ കഴിയോ? അപ്പൊ നമുക്ക് രാമന്റെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നോക്കാം. എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഗായത്രി ഒരു ബിസിനസ് തുടങ്ങണം എന്തെങ്കിലുമൊക്കെ വന്നപ്പോഴും ഹൗക്കം ഈ നെയിൽ എന്നുള്ള സംഭവത്തിലേക്ക് എങ്ങനെയാ വന്നേ? നെയിൽ എന്നുള്ള സംഭവം വന്നത്, അത് ഗായത്രി ഭയങ്കരമായിട്ട് നെയിലിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണോ? നെയിൽ എനിക്ക് നെയിൽ ആർട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. നെയിൽ പെട്ടെന്ന് ഒടിഞ്ഞു. ഓക്കെ, അപ്പം എപ്പോഴും ഫംഗ്ഷൻസിനൊക്കെ ഞാൻ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ നെയിൽ വെച്ച് അത് പക്ഷെ പെട്ടെന്ന് പോവുമല്ലോ. നമുക്ക് ചിലപ്പോൾ പ്രോഗ്രാമിന്റെ ഇടയിൽ തന്നെ നെയിൽ ഒടിഞ്ഞു പൊളിഞ്ഞു പോകും. പിന്നെ അതിനുള്ള പശ വെച്ച് സ്റ്റിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ മറ്റേ എന്റെ അമ്മ സൂപ്പർ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പൊ വേറെ സ്ഥലത്ത് നെയിലായിട്ട് ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ചെയ്യുന്നത് ഞങ്ങള് ദുബായില് ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോ അവിടെ ചെയ്തു. അവിടെ ചെയ്തത് ആക്ച്വലി നല്ല പെർഫെക്ഷൻ ആയിരുന്നു. കുറേ നാള് ലാസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ അതിനോടൊരു ഇഷ്ടം തോന്നി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ചേർത്തലയിൽ ആക്ച്വലി അങ്ങനെ ഒരു സ്ഥലം ഇല്ല നന്നായി ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ സിസ്റ്ററിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ദുബായിൽ ചെയ്തത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം വെറുതെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേർത്തലയിൽ ആക്ച്വലി നെയിലിട്ട് ചേർത്തലയിൽ ആക്ച്വലി നല്ല നെയിൽ ചെയ്യുന്ന സ്ഥലം ഇല്ല. അപ്പൊ നമുക്കപ്പൊ അവള് പറഞ്ഞു, ചേച്ചി നമുക്ക് ശരിക്കും എന്നാ ചേച്ചിക്കൊന്നും തുടങ്ങിക്കൂടെ എന്ന്. കസിൻസ് എല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി ഇതിനെ ഐഡിയ വന്നത്. ആലോചിച്ചാലോ, അത് എത്ര നാൾക്ക് മുന്നേ അന്നങ്ങനെ പറഞ്ഞത്? അതൊരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമില്, കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ. മാത്രല്ല ഇവിടുത്തെ ഇനോഗ്രൽ ഡേയിൽ പറഞ്ഞായിരുന്നു ഭയങ്കര ഈ ജനത്തിരക്കും ഇവർക്ക് വന്നിരിക്കുന്ന ഓർഡറും ഇവരുടെ സ്റ്റാഫ് ഇന്നലെ വെള്ളം കുടിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എല്ലാരും വന്നിട്ട് ഭയങ്കര തിക്കും തിരക്കും ഒക്കെയാണെന്നൊക്കെ പറയൂ. ഭയങ്കര ഉള്ള കാര്യം പറയൂ. ശരിക്കും ഭയങ്കര ദിവസമായിട്ട് ഇപ്പൊ സ്റ്റാഫൊക്കെ വൈകുന്നേരം 5:30 ഇന്നും നമ്മുടെ സലൂൺ മാനേജർ പോയി ഫുഡ് കഴിച്ച് 5:30. അപ്പൊ നമ്മൾ എന്താ മെയിൻലി എന്ന് വെച്ചാൽ നമുക്കതൊന്ന് ഓർഡർ ആവാൻ എടുക്കുന്ന സമയം കൊണ്ട് അങ്ങനെ ഭയങ്കര തിക്കും തിരക്കും ഇല്ല. നമുക്കിപ്പോ പരിചയം ഉള്ള ആളുകള് നമുക്ക് വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ആഡ് കണ്ടിട്ടൊക്കെ വിളിച്ച് അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമുക്കതൊന്ന് മാനേജ് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. നമ്മൾ അതിന്റെ ഒരു ട്രാക്കിലേക്ക് വരുന്നേ ഉള്ളൂ. അതിന്റെ ഒരു റഷ് ആണ്. എന്തായിരുന്നു ഈ ബിസിനസ്സിനകത്തേക്ക് എൻട്രി ചെയ്തപ്പോ ഫസ്റ്റ് അരുണിന്റെ വക ഒരു ഉപദേശം? വലിയൊരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഉപദേശങ്ങളുണ്ട്. അരുൺ ഓരോ കാര്യം ഞാൻ ഡീൽ ചെയ്യുന്ന കാണുമ്പോഴും എന്നോട് പറയും ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം. കസ്റ്റമേഴ്സ് ഇന്നലെ ഇന്ന് ഒരു കുട്ടി വന്നു, ഹെയറിന്റെ
പെഡിക്യൂർ ഒക്കെ ചെയ്തിട്ട് പോയി. അപ്പോൾ കുട്ടിക്ക് എന്നോട് ഫോട്ടോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പം ഞാനൊരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ആ കുട്ടി അവിടെ ഫോട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കുട്ടി വിളിച്ചു, മാനേജർ വിളിച്ചിട്ട് എന്തോ ഒരു എമർജൻസി കോൾ വന്നപ്പോൾ വിളിച്ചതാണ്. ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയി സംസാരിച്ചു. അപ്പോഴേക്ക് അരുൺ എന്നെ അപ്പം തന്നെ അരുൺ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അരുൺ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും എന്നോട് പറഞ്ഞു ഒരിക്കലും കസ്റ്റമറിനെ അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ദൈവം. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും എമർജൻസി മതി. കസ്റ്റമേഴ്സിനെ 1 മിനിറ്റ് പോലും അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ പിന്നെ ചിലരോട് സംസാരിക്കുന്നതിന് വരുന്ന രീതികള് അത്ര ഈ രീതിയിൽ വേണം, അങ്ങനെ ഓരോന്നും. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് അരുണിനെ ഫുൾ ടൈം ഇവിടെ തന്നെ നിർത്തണം. അപ്പം പോവാണ് അബുദാബിക്ക്. ആണല്ലേ? അയ്യോ, അപ്പൊ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗായത്രിക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടിയാണ്. എന്നാലും റിപ്പീറ്റഡ് ആയിട്ടേ അരുൺ എത്ര തവണ പറഞ്ഞിട്ടും ഗായത്രിക്ക് പിന്നെയും മറന്നു പോണതോ ശ്രദ്ധിക്കാതെ പോണതോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് മൾട്ടി ടാസ്കിങ് കുറച്ച് പ്രശ്നമാണ്. എനിക്ക് ഒരു കാര്യത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് മാത്രമേ. അപ്പൊ ചില സമയങ്ങളിൽ ഞാൻ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ വിളിക്കാമേ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ആ വിളി മറന്നു പോകുന്നുണ്ട്. അങ്ങനെ പലരും എന്നെ വിളിച്ചു, എത്ര നേരം ഞങ്ങൾ നോക്കിയിരിക്കണം, എന്താ വിളിക്കാത്ത എന്ന്. പക്ഷെ എനിക്കപ്പോ ആ ഒരു എന്താ പറയാന് ഒരു സ്കില്ല് എനിക്ക് കുറവാണ്. അപ്പം ആ സ്കില്ലൊന്നും ശരിക്കും ഡെവലപ്പ് ആവുന്നുണ്ട്. ഞാൻ അരുണയൊക്കെ എപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം അത്, അരുൺ ഇന്നലെ ഒരാൾ വിളിച്ച് രാവിലെ പറഞ്ഞ കാര്യം അത് പിറ്റേ ദിവസം ചെയ്യാനുള്ളതാണെങ്കിൽ വിത്തൗട്ട് എനി റിമൈൻഡേഴ്സ് അത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും. അതെനിക്ക് കുറച്ച് പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ ഇനി പഠിക്കണം. ഓരോന്നും ഇനിയും കുറെ അതെ ആയിക്കൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ സംഭവങ്ങൾ എന്റെ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്റെ ഒരു വിരളിലേ ആയിട്ടുള്ളൂ. ഇവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനൽ ആയിക്കുമ്പോഴത്തേക്കും കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഈ ഒരു ഗായത്രിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംരംഭമായിട്ടുള്ള ഈ ഒരു വെഞ്ചർ, ഈ നെയിൽ ഇറ്റ്, ഈ ചേർത്തല, ആലപ്പിയിലെ ചേർത്തലയിൽ മാത്രമല്ല ആലപ്പുഴ തന്നെ വേറെ കുറെ ബ്രാഞ്ചസ് ആയിട്ട് എറണാകുളത്തുമായിട്ട് അങ്ങനെ ഫുൾ എല്ലായിടത്തും നെയിൽ ഇറ്റ് ബൈ ഗായത്രി എന്നുള്ള സംഭവം വരട്ടെ. അപ്പൊ എല്ലാവിധ വിഷസും നൽകാണ്. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്റെ കൈ ഇവിടെ ചൂടാക്കാൻ വെച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ നെയിൽ ആർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രാമന്റെ വക ഉള്ള ഒരു ഇതാ രാമന്റെ ഐഡന്റിറ്റി ഇതാ. രാമൻ സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ നെയിൽ ഇപ്പൊ ഒടിഞ്ഞിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അതിന് അത്ര ഭംഗിയൊന്നുമില്ല. യൂഷ്വലി എപ്പോഴും നല്ല ലോങ് നെയിൽസ് ഉള്ളതായിരുന്നു. ഇതാ കണ്ടോ, നല്ല ഭംഗിയായിട്ട് രാമൻ വെറും ഇപ്പൊ ഒരു 5 മിനിറ്റ്സ് അല്ലെ, 5 to 10 മിനിറ്റ്സില് രാമൻ ചെയ്തതാണ് ഇത്. ഈ വർക്ക് ആക്ച്വലി ഒരു ടോട്ടൽ 1 hour എടുത്തുള്ളൂ. ആണല്ലേ? അപ്പൊ ഇത് കണ്ടോ, ഇത് മൊത്തം 2 കൈയിലും കൂടെ ചെയ്യാനല്ലേ 1 hour. ഇത് ചെയ്യാൻ വെറും 5 to 10 മിനിറ്റ്സ് ആണ് സിംഗിൾ. അതിനിടയിൽ ഞാൻ കുറെ ഡിസ്ട്രാക്ട് ചെയ്തു, ഞാൻ കുറച്ച് ഇതൊക്കെ ആക്കി. അപ്പൊ എന്തായാലും ഇതേപോലെ നിങ്ങളുടെ നെയിൽസും നിങ്ങളുടെ ഹെയറും ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാം, ഗായത്രിയുടെ നെയിൽ ഇറ്റിൽ വന്നാൽ മതി. ഫുൾ ഗ്യാരണ്ടി ആണ്. ഇത് ഈ പോർഷൻ മാത്രം എനിക്കത് കട്ട് ചെയ്ത് തരണം. അപ്പൊ ശരി ഗായത്രി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ സംഭവം നല്ല വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യട്ടെ എന്ന് വിഷയം. അതാണ് നമ്മുടെ കംപ്ലീറ്റ് ടീം ഇന്നിവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും വലിയൊരു അഡ്വർടൈസ്മെന്റ്, ഇതിലും വലിയൊരു അഡ്വർടൈസ്മെന്റ് വേണോ? ഈ ഡിജിറ്റൽ ഏറ്റവും ടോപ്പ് ചാനലിലാണ് വന്നിരിക്കുന്നത്. ഇനി എന്താ പറയാ, എത്ര ലാക്സ് കാണാനുള്ള എത്ര ആളുകൾ, അതെ മില്യൺ തന്നെ പറഞ്ഞോളൂ, എത്ര മില്യൺസ് കാണുന്നതാണ്. അപ്പൊ എനിക്ക് അതിനൊരു വലിയ താങ്ക്സ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊമോഷൻ പ്ലാൻ ചെയ്തതിന്. പ്രൊമോഷൻ അല്ല, എനിക്ക് അതൊരു പ്രൊമോഷൻ ആണ്, പക്ഷെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇവിടെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഞാൻ അവിടുന്ന് വെറുതെ വരില്ല. എന്തെങ്കിലും വരുമ്പോ എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റും കൊണ്ട് വരണ്ടേ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഇതാകുമ്പോ ബിസിനസിന് ഏറ്റവും നല്ലത്. ബിസിനസിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതല്ലേ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഗായത്രിയുടെ പുതിയ വേറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരേ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. മൂവിയുടെ പ്രിയദർശന്റെ മൂവിയില് ചെയ്യാനായിട്ട് പോയോ, കമ്മിറ്റ് ചെയ്യോ? അങ്ങനെയൊന്നും വന്നിട്ടില്ല അല്ലേ? നടക്കട്ടെ, ഇത് പറഞ്ഞ നാവ് പൊന്നാവട്ടെ. ആവട്ടെ ശരിക്കും. അപ്പൊ പ്രിയദർശന്റെ അടുത്ത മൂവിയിൽ ഗായത്രിക്കുള്ള ചാൻസും ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും വീഡിയോ പ്രിയൻ സർ കാണട്ടെ. അതെ, ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാലും മതി കാര്യങ്ങൾ. അപ്പൊ അതെല്ലാവിധ വിഷസും നമുക്ക് നൽകിക്കൊണ്ട് ഞാൻ ഇനി ഇതിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. എന്റെ ബാക്കി വിരലുകളിലൊക്കെ ചെയ്യാനുണ്ട്. വേറെ ആരെങ്കിലും ചീത്ത വിളിച്ചത് അതെ, ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് കാണാം. ബൈ. ഗായത്രിയുടെ ഒരു ബൈ പറഞ്ഞോ. ബൈ. ഇപ്പോഴേ
ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ് നീലറ്റിന്റെ വകയായിട്ട് ആണോ? ഇവിടെ വരുന്ന എല്ലാവർക്കും കിട്ടുമോ ഗായത്രി ചില ഗിഫ്റ്റ്? സ്പെഷ്യൽ ആളുകൾക്ക്. ആൾക്കാർക്ക്. അപ്പൊ ഞാൻ എന്തായാലും സ്പെഷ്യൽ ആണ്. പിന്നല്ലേ? താങ്ക് യു സോ മച്ച് ഗായത്രി. എന്തായാലും കുഞ്ഞു ഗിഫ്റ്റ് ഒന്നുമല്ല, നല്ല വലിയ ഗിഫ്റ്റ് ആയിട്ട് ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. Okay, thank you for അപ്പൊ ഓക്കെ അമ്മ, ശരി, ബൈ.